children, welcome to Kids Area Online. Class 4 Malayalam exam കഴിഞ്ഞിരിക്കുകയാണ്. സെക്കൻഡ് ടൈം ക്രിസ്മസ് എക്സാം അല്ലേ? ക്രിസ്മസ് എക്സാമിന്റെ മലയാളം സബ്ജക്റ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലോ? റെഡിയാണോ? എക്സാം എങ്ങനെയുണ്ടായിരുന്നു? ഈസി അല്ലേ? യെസ്. ഓക്കെ. കിഡ്സ് ഏരിയ ഓൺലൈൻ കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കായി തേർഡ് ടേം ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിസംബർ 29 തിങ്കളാണ്. ഇനിയും അഡ്മിഷൻ എടുക്കാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെയാണ് കിഡ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷൻ നൽകുന്നത്. 9746487799 ഈ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇംഗ്ലീഷും മലയാളവും എഴുതാനും വായിക്കാനും ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. അവർക്ക് സ്പെഷ്യൽ ക്ലാസ്സസും കിഡ്സ് ഏരിയയിൽ നടത്തി വരികയാണ്. ഇപ്പോൾ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിൽ മെയ് വെക്കേഷനിലാണ്. ഏപ്രിലാണ് സ്റ്റാർട്ട് ചെയ്യുക. മാർച്ചിൽ അഡ്മിഷൻ എടുക്കും. നേരത്തെ അറിയിച്ചു എന്നേ ഉള്ളൂ. താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ സമയത്ത് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. 9746487799 ഇതാണ് കിഡ്സ് ഏരിയ ഓൺലൈൻ മെസ്സേജ് അയക്കാനുള്ള വാട്സപ്പ് നമ്പർ. ഇന്നത്തെ മലയാളം ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് നോക്കാം. ആദ്യത്തേത് വായിക്കാം എഴുതാം എന്നുള്ളതാണ്. തന്നിരിക്കുന്ന ഖണ്ഡിക വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്നതാണ്. കുഞ്ഞിക്കാറ്റ് ചിറകുവീശി തലയാട്ടി ചിരിക്കുന്ന ചെടികളെ തലോടി കാറ്റ് പുഴയുടെ മുകളിലേക്ക് പറന്നു. കാറ്റിനപ്പോൾ പൂക്കളുടെ ഗന്ധമായിരുന്നു. കാറ്റ് കടന്നു പോകുമ്പോൾ പുഴ ഓളങ്ങൾ ഇളക്കി കുണുങ്ങി ചിരിച്ചു. മീനുകൾ പുഴപ്പരപ്പിൽ വന്ന് നൃത്തം ചെയ്തു. പുഴയും കടന്ന് കാറ്റ് വീണ്ടും പറന്നു. ഈ യാത്ര എവിടെയാ തീരുന്നത്? ഒപ്പം കൂടിയ പൂമ്പൊടിയുടെ ചോദ്യം കേട്ട് കാറ്റ് ചിരിച്ചു. കാറ്റിന്റെ ചിരിയിൽ പൂമ്പൊടി ഏതോ പൂവിൽ ഒളിച്ചു. മലമുകളിലേക്ക് കുതിക്കുമ്പോൾ കാറ്റൊന്ന് കിതച്ചു. എങ്കിലും തളർന്നില്ല. ഒരു മൂളിപ്പാട്ടുമായി മലമുകളിലെ പൂമരത്തിൽ ചെന്നിരുന്നു. ഇലകളാട്ടി പൂക്കൾ ചൊരിഞ്ഞു. മരം കാറ്റിനെ സ്വീകരിച്ചു. ചുറ്റുമുള്ള ചെറുചെടികളും കൂടുകൂടെ ചിരിച്ചു. കാറ്റ് യാത്ര തുടങ്ങിയപ്പോൾ ചിരിച്ച അതേ ചിരി തന്നെ. കാറ്റ് ചിറക് വീശിയപ്പോൾ ചെടികൾ എന്താണ് ചെയ്തത്? അതാണ് ഒന്നാമത്തെ ചോദ്യം. കാറ്റ് ചിറക് വീശിയപ്പോൾ ചെടികൾ എന്താണ് ചെയ്തത്? തലയാട്ടി ചിരിച്ചു. കുഞ്ഞിക്കാറ്റ് ചിറക് വീശി തലയാട്ടി ചിരിക്കുന്ന ചെടികളെ തലോടി. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്? തലയാട്ടി ചിരിച്ചു എന്ന് എഴുതാനുള്ളതാണ്. ഒന്നാമത്തെ സി ആണ് ഓപ്ഷൻ. തലയാട്ടി ചിരിച്ചു. ഓക്കെ. രണ്ടാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. രണ്ടാമത്തെ ചോദ്യം, മണം എന്ന വാക്കിന് അർത്ഥമായി വരുന്നത് ഇതിൽ ഏതാണ്? ഗന്ധമായിരുന്നു ഉത്തരം. ഗന്ധമാണ് ഇവിടെ എഴുതാനുള്ളത്. ഈ കോളത്തിൽ എഴുതണം കേട്ടോ, ടിക്കിട്ടാ പോരാ, എഴുതണം. സി ക്വസ്റ്റ്യൻ, കാറ്റിനൊപ്പം യാത്ര ചെയ്തത് ആരാണ്? കാറ്റിനൊപ്പം യാത്ര ചെയ്തത് ആരാണ്? പൂമ്പൊടി. ഓപ്ഷൻ ഡി പൂമ്പൊടിയാണ് ഉത്തരം. ഓപ്ഷൻ ഡി പൂമ്പൊടിയാണ് ഉത്തരം. ഡി ചോദ്യം, മരം കാറ്റിനെ സ്വീകരിച്ചത് എങ്ങനെയാണ്? ഇലകളാട്ടി പൂക്കൾ പൊഴിച്ചുകൊണ്ട്. ഇലകൾ പൊഴിച്ചുകൊണ്ടെന്നല്ല, ഇലകളാട്ടി പൂക്കൾ പൊഴിച്ചുകൊണ്ട് എന്നാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അപ്പോൾ സി ആണ് ഓപ്ഷൻ. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇലകളാട്ടി പൂക്കൾ പൊഴിച്ചുകൊണ്ട്. ഈ ഇലകളാട്ടി എന്ന പദം പിരിച്ചെഴുതിയാൽ എങ്ങനെയാണ് കിട്ടുക? ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ. ഇലകൾ പ്ലസ് ആട്ടി. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ഓക്കെ. ഇതായിരുന്നു ഒന്നാമത്തെ പ്രവർത്തനം. രണ്ടാമത്തെ പ്രവർത്തനം വരികൾ കൂട്ടിച്ചേർക്കുക എന്നാണ്. കവിത വായിച്ച് അനുയോജ്യമായ വരികൾ കൂട്ടിച്ചേർക്കൂ. 4 വരികളിൽ കുറയരുത്. കുറഞ്ഞത് 4 വരിയെങ്കിലും വേണം. 4, 5, 6 ഒക്കെ എഴുതാം. ഇടിച്ചു വീഴ്ത്തിയ കുന്നുകളെല്ലാം പൊടിച്ചു വന്നെങ്കിൽ, കുന്നിനു മുകളിൽ കുന്നിക്കുരുമണി കുലച്ചു നിന്നെങ്കിൽ, മുറിച്ചുണക്കിയ മരങ്ങളെല്ലാം തിരിച്ചു വന്നെങ്കിൽ. അപ്പോൾ ഇത് തിരിച്ചു വന്നെങ്കിൽ ആ ഒരു ആശയവുമായി ബന്ധപ്പെട്ട പാട്ടുകൾ. ഇവിടെ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു വന്നെങ്കിൽ അങ്ങനെ എന്ത് ചെയ്യാം? നിങ്ങൾക്കിവിടെ ഇതിൽ എഴുതി ചേർക്കാം. ഓക്കെ. മൂന്നാമത് നോട്ടീസ് തയ്യാറാക്കാം എന്നുള്ളതായിരുന്നു. സ്കൂൾ തല ക്രിക്കറ്റ് പരിശീലന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുന്നത് പൂർവ്വ വിദ്യാർത്ഥിയും ഇന്ത്യൻ ക്രിക്കറ്റ് ടീം അംഗവുമായ മിന്നുമണിയാണ്. 2025 ഡിസംബർ 22 തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് പഞ്ചായത്ത് സ്റ്റേഡിയത്തിലാണ് ക്യാമ്പ് നടക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിലേക്ക് രക്ഷിതാക്കളെയും ജനപ്രതിനിധികളെയും നാട്ടുകാരെയും ക്ഷണിക്കുന്നതിനായി വിശദ വിവരങ്ങൾ ഉൾപ്പെടുത്തി നോട്ടീസ് തയ്യാറാക്കൂ. ഇപ്പോൾ നോട്ടീസ് തയ്യാറാക്കാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നോട്ടീസ് തയ്യാറാക്കുക എന്നാൽ ഓരോ കുട്ടികളും ഓരോ രീതിയിലായിരിക്കും അത് എഴുതിയിട്ടുണ്ടാവുക. നാലാമത്തെ പ്രവർത്തനം,
പത്രവാർത്ത തയ്യാറാക്കൂ എന്നതാണ്. സച്ചിന്റെ സമ്പൂർണ്ണ ഹൈടെക് ആയതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം, സച്ചിന്റെ സ്കൂൾ സമ്പൂർണ്ണ ഹൈടെക് ആയതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം നടന്നു. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ താഴെ നൽകുന്നു. ഉചിതമായ തലക്കെട്ട് നൽകിക്കൊണ്ട് പത്രവാർത്ത തയ്യാറാക്കൂ. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. ഇനി പഠനം രസകരമാകും. സ്വാഗതം പറഞ്ഞത് അലീന, സ്കൂൾ ലീഡറാണ്. പറഞ്ഞതിൽ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ് ഇനി പഠനം രസകരമാകും എന്നുള്ളത്. അധ്യക്ഷനായ പ്രകാശൻ, വാർഡ് മെമ്പർ പ്രകാശൻ പറഞ്ഞ ഒരു കാര്യത്തിലുള്ളതാണ്. പഞ്ചായത്തിൻ്റെയും PTA പൂർവ്വ വിദ്യാർത്ഥികളുടെയും സഹകരണമാണ് ഈ നേട്ടത്തിന് കാരണം. അതുപോലെ ഉദ്ഘാടനം ചെയ്ത പഞ്ചായത്ത് പ്രസിഡന്റ് സിൽവി പറഞ്ഞ ഒരു കാര്യമാണ്, സംസ്ഥാന തലത്തിൽ മികച്ച നേട്ടം കൈവരിക്കാൻ നമ്മുടെ സ്കൂളിന് കഴിഞ്ഞു. ഇനി PTA പ്രസിഡന്റ് ആശംസ അർപ്പിച്ചത് ഹനീഫ, PTA പ്രസിഡന്റ് ആണ്. നന്ദി പറഞ്ഞത് സുരേഷ് മാസ്റ്ററാണ്. അപ്പോൾ അവർ പറഞ്ഞ സെന്റൻസുകളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പത്രവാർത്ത തയ്യാറാക്കേണ്ടത്. തലക്കെട്ടും നൽകണം. ഇതായിരുന്നു അടുത്ത ചോദ്യം. 4B വരുന്നത് സംഭാഷണം എഴുതാം എന്നുള്ളതാണ്. വാവ ജീവനെ കാക്കുന്നു എന്ന പാഠഭാഗത്ത് ചുട്ടരിക്കപ്പെട്ട കാട്ടിൽ നിന്ന് വീട്ടിലേക്കെത്തിയ ആനയെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? വാസസ്ഥലം നഷ്ടപ്പെട്ട ആനയുടെ സങ്കടങ്ങൾ എന്തൊക്കെയായിരിക്കും? അതൊക്കെ അറിയാൻ കുട്ടിക്ക് ആകാംക്ഷയുണ്ടായി. അവർ തമ്മിൽ എന്തൊക്കെയാവും പറഞ്ഞിട്ടുണ്ടാവുക? സംഭാഷണ രൂപത്തിൽ എഴുതൂ. കുട്ടിയും ആനയും തമ്മിലുള്ള സംഭാഷണം എഴുതുക എന്നായിരുന്നു 4B. ഇതിലെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. കുട്ടി എന്താണ് ചോദിക്കുന്നത്? കാട് ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുവാണോ? അപ്പോൾ ആന എന്ത് മറുപടി പറഞ്ഞിട്ടുണ്ടാവും? കുട്ടി വീണ്ടും എന്ത് ചോദിച്ചിട്ടുണ്ടാവും? ഓരോ കുട്ടികളുടെയും ആശയം വ്യത്യസ്തമായിരിക്കും. അതിനനുസരിച്ചായിരിക്കും ഇതിന് ഉത്തരം എഴുതിയിട്ടുണ്ടാവുക. പ്രവർത്തനം 5ഉം 5A അല്ലെങ്കിൽ 5B എഴുതിയാൽ മതി. 5A വരുന്നത് കുറിപ്പ് തയ്യാറാക്കാം എന്നുള്ളതാണ്. ഹിരോഷിമ ദിനവുമായി ബന്ധപ്പെട്ട് കൊളാഷ് തയ്യാറാക്കാൻ അൽഫിയ എടുത്ത ചില പത്രവാർത്തകളാണ് ഇവിടെ ചേർത്തിരിക്കുന്നത്. വാർത്തകളിലെ കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി യുദ്ധത്തിനെതിരായ ഒരു കുറിപ്പ് തയ്യാറാക്കൂ. യുദ്ധത്തിനെതിരായ ഒരു കുറിപ്പാണ്. മിസൈൽ ആക്രമണത്തിൽ 100ഓളം പേർക്ക് പരിക്ക്. യുദ്ധഭീഷണി, 100കണക്കിന് പേർ പലായനം ചെയ്തു. ആശുപത്രിയിലെ ബോംബാക്രമണം, നിരവധി പേർക്ക് പരിക്ക്, അപലപിച്ച് ലോകരാജ്യങ്ങൾ. പട്ടിണി രൂക്ഷം, യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ലോകരാജ്യങ്ങൾ. അപ്പോൾ ഇതെല്ലാമാണ് അന്ന് വന്ന പത്രവാർത്തകളാണിത്. ഇതെല്ലാം ചേർത്തിട്ട് യുദ്ധത്തിനെതിരായിട്ടുള്ള ഒരു കുറിപ്പ് തയ്യാറാക്കൂ എന്നതാണ് 5A ക്വസ്റ്റ്യൻ. 5B വരുന്നത് കുറിപ്പ് തയ്യാറാക്കാൻ തന്നെയാണ്. രചന പരിചയക്കുറിപ്പാണ്. കവിത വായിച്ച് അതിനെ പരിചയപ്പെടുത്തിക്കൊണ്ടൊരു കുറിപ്പ് തയ്യാറാക്കൂ. 5A അല്ലെങ്കിൽ 5B എഴുതിയാൽ മതി. മലയിടിച്ചു വരുന്ന യന്ത്രത്തിൻ്റെ വഴിയിൽ നിൽക്കുന്നു കൊച്ചു തുമ്പച്ചെടി. നെറുകയിൽ മഴമുത്തുകൾ പോലവെ വെളുവെളെ പൂക്കൾ വാരിയെറിഞ്ഞവൾ. അവളെ മൂളിക്കളിച്ചു ചുഴലുന്നു വെയിൽ കുടിച്ചു മിനുത്ത ചിറകുകൾ. ഇതളിൽ നോവാത്ത ചേർന്നുറങ്ങുന്ന പോൽ ഒരു കുരുന്നു ശലഭം. ചിരിക്കുന്ന പുലരി, കാറ്റുകൾ, പൂങ്കിളിപ്പാട്ടുകൾ. മലയിടിച്ചു വരുന്ന യന്ത്രത്തിൻ്റെ വഴിയിൽ നിൽക്കുന്നു കൊച്ചു തുമ്പച്ചെടി. വഴിയിൽ നിൽപ്പൂ ചമഞ്ഞു തുമ്പച്ചെടി. സുഗതകുമാരി എഴുതിയ നിർഭയ എന്ന ചെറിയ കവിതയാണ്. അപ്പോൾ ഇതിനെ എല്ലാം വച്ചിട്ട് ഒരു കുറിപ്പ് തരാം. നെറുകയിൽ എന്ന് പറഞ്ഞാൽ നെറ്റിയിൽ, ചുഴലുന്നു ചുറ്റിത്തിരിയുന്നു, നോവാതെ വേദനിപ്പിക്കാതെ, ചമഞ്ഞു ഒരുങ്ങി. ഇതിൻ്റെ അർത്ഥവും തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് സംശയമുള്ളത് അർത്ഥവും നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് ഒരു കുറിപ്പ് തയ്യാറാക്കൂ എന്നതാണ് 5B ക്വസ്റ്റ്യൻ. എക്സാം ഈസി ആയിരുന്നു. നിങ്ങൾ എങ്ങനെ എഴുതി എന്നതിനനുസരിച്ചായിരിക്കും എളുപ്പം ആണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് വൈകിട്ട് ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു.